വിശദമായി നോക്കാം. കണ്ണൂർ വളപട്ടണത്ത് അടച്ചിട്ട വീട്ടിൽ നിന്ന് 300 പവനും 1 കോടി രൂപയും മോഷ്ടിച്ച കേസിൽ അയൽവാസി പിടിയിൽ. വീട്ടുടമ അഷ്റഫിന്റെ അയൽവാസിയായ ലിജീഷാണ് പിടിയിലായത്. ഇയാളിൽ നിന്ന് സ്വർണവും പണവും പോലീസ് കണ്ടെടുത്തു. കഴിഞ്ഞ മാസം 20-നാണ് അരി വ്യാപാരിയായ അഷ്റഫിന്റെ വീട്ടിൽ മോഷണം നടന്നത്. കവർന്ന സ്വർണം ലിജീഷ് വീട്ടിൽ രഹസ്യാറയുണ്ടാക്കിയാണ് സൂക്ഷിച്ചിരുന്നത്. KV ബൈജു നൽകും കൂടുതൽ വിശദാംശങ്ങൾ. ബൈജു, നമ്മൾ തുടക്കം മുതലേ സംശയിച്ചിരുന്നു ഒരുപക്ഷെ വലിയ ഈ വീടുമായി വലിയ പരിചയമുള്ള ഒരാളായിരിക്കാം ഈ കൃത്യത്തിന് പിന്നിൽ, ഈ മോഷണത്തിന് പിന്നിൽ എന്ന് തുടക്കം മുതൽ ഈ സംശയമുണ്ടായിരുന്നു. കാരണം കൃത്യമായി ആ വീടിനെ കുറിച്ച് അറിയുന്ന, വീട്ടുകാർ പുറത്തുപോയെന്ന് മനസ്സിലാക്കുന്ന, വീട്ടിൽ ഇത്ര സ്വർണമുണ്ട് എന്ന് മനസ്സിലാക്കിയ ഒരാൾ തന്നെയാണ് ഈ മോഷണത്തിന് പിന്നിൽ എന്ന സംശയം തുടക്കം മുതലേ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് അയൽവാസിയിലേക്ക് എത്തി, അല്ലെ? ഭവ്യ, തീർച്ചയായും തുടക്കം മുതൽ തന്നെ ഈ കാര്യത്തിൽ പോലീസിനും കൃത്യമായ ധാരണയുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും അയൽവാസിയായ ലിജീഷ് അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 300 പവനും 1 കോടി രൂപയും കവർച്ച നടന്നു എന്നാണ് ഈ KP അഷ്റഫ്, മന്നയിലെ അരിമൊത്ത വ്യാപാരി KP അഷ്റഫിന്റെ പരാതി. പക്ഷേ ഇപ്പോൾ 1.25 കോടി രൂപയാണ് ഇയാളിൽ നിന്നും ഇപ്പോൾ കണ്ടെടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 300 പവൻ സ്വർണ്ണാഭരണങ്ങളും ഇപ്പോൾ ഈ ലിജീഷിന്റെ വീട്ടിൽ നിന്നും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. അതായത് ഈ കൂടുതൽ വിവരങ്ങൾ ഇത് സംബന്ധിച്ച് പുറത്തു വരുന്നത്, ഈ ലിജീഷിന്റെ വീട്ടിന്റെ കട്ടിലിനടിയിൽ പ്രത്യേക അറയുണ്ടാക്കിയായിരുന്നു ഈ പണവും ഈ സ്വർണവും സൂക്ഷിച്ചതെന്നാണ്. ഏതെങ്കിലും തരത്തിൽ ഈ കവർച്ചയുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ ലിജീഷിനെ ആരും സംശയിച്ചിരുന്നില്ല. പക്ഷേ അപ്പോഴും പോലീസിന് പല സംശയങ്ങളും ഉണ്ടായിരുന്നു. പ്രധാനമായും ഇയാളുടെ മൊബൈൽ ഫോൺ ഈ കവർച്ച നടന്നത് മുതൽ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു. അതുമാത്രമല്ല 16 വിരലടയാളമാണ് ഈ വീട്ടിൽ നിന്നും പോലീസ് ശേഖരിച്ചിരുന്നത്. അതോടൊപ്പം 26 വിരലടയാളം പരിസരവാസികളുടേതായി ശേഖരിച്ചിരുന്നു. അതായത് ലിജീഷിന്റെ ഉൾപ്പെടെ ശേഖരിച്ചിരുന്നു. ഇതിൽ നിന്നാണ് പോലീസിന് കൃത്യമായ തെളിവ്, സൂചനകൾ ലഭിച്ചത്. അതോടുകൂടി ഇയാളെ ഇന്നലെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. ഇന്ന് അല്പസമയം മുമ്പ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും കേരളം കണ്ട ഏറ്റവും വലിയ കവർച്ചകളിൽ ഒന്നാണ് ഈ വളപട്ടണത്തേത്. 11ാം ദിവസമാണ് ഈ ഇവിടെ ചോദിക്കേണ്ട ഒരു സംശയം എന്ന് പറയുന്നത്, ഇത്രയും വലിയൊരു മോഷണമാണ്. ബൈജു തന്നെ സൂചിപ്പിച്ചതുപോലെ കേരളം കണ്ട ഏറ്റവും വലിയൊരു മോഷണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ മോഷണത്തിന് പിന്നിൽ ഇപ്പോൾ പിടിയിലായി പ്രതി മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അയാൾക്ക് സഹായികൾ ഉണ്ടായിരുന്നു? എന്താണ് പോലീസ് പറയുന്നത് ഈ മോഷണവുമായി ബന്ധപ്പെട്ട്? എങ്ങനെയാണ് കൃത്യമായി പോലീസ് ഈ പ്രതിയിലേക്ക് എത്തിയത്? ഭവ്യ, തുടക്കത്തിൽ 3 പേരാണ് ഈ കവർച്ചയ്ക്ക് പിന്നിൽ നിന്നായിരുന്നു പോലീസ് പറഞ്ഞതെങ്കിൽ പിന്നീട് അത് 2ഉം ഏറ്റവും ഒടുവിലായി ഒരാൾ മാത്രമാണ് എന്ന ഒരു സൂചനയായിരുന്നു നൽകിയത്. ഏകദേശം അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ വരുന്നത്. ആസൂത്രിതമായി ഈ ലിജീഷ് ഒറ്റയ്ക്ക് നടത്തിയ ഒരു മോഷണം, അതാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ഏതായാലും ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ആരെങ്കിലും സഹായിയായി ഉണ്ടോ? ഇതിൽ ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇയാൾ പ്രവാസിയായിരുന്നു, ദീർഘകാലം പ്രവാസിയായിരുന്നു. പിന്നീട് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഇയാൾ വെൽഡിംഗ് മേഖലകളിലേക്ക് കടക്കുകയായിരുന്നു. ഈ പ്രദേശങ്ങളിലെല്ലാം വീടുകളിൽ ഇത്തരത്തിൽ വെൽഡിംഗ് ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു. പ്രത്യേകിച്ച് അഷ്റഫിന്റെ വീടുമായി അടുത്ത ബന്ധം, കാരണം അയൽവാസിയാണ്, അടുത്ത ബന്ധമുണ്ട്. ആ ഗ്രിൽസ് കൃത്യമായി കട്ട് ചെയ്ത് മാറ്റി അതിനകത്ത് കടന്ന് 40 മിനിറ്റിനകം ഈ ലോക്കർ, നേരത്തെ അത് നമ്മളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്, ഈ ലോക്കർ തുറക്കണമെങ്കിൽ തന്നെ അത് താക്കോൽ ഉണ്ടെങ്കിൽ പോലും അതിന് സമയമെടുക്കും. പക്ഷേ ഒരു വെൽഡർ മേഖല വൈദഗ്ധ്യമുള്ള ഒരു തൊഴിലാളി എന്ന നിലയിൽ ഇയാൾ വളരെ പെട്ടെന്ന് കാര്യം സാധിക്കുന്നു. അത് മാത്രമല്ല തൊട്ടടുത്ത ദിവസം, അതായത് കവർച്ച നടന്ന് തൊട്ടടുത്ത ദിവസം തെളിവുകൾ നശിപ്പിക്കാനായി വീണ്ടും ഇതേ വീട്ടിലേക്ക് തന്നെ ഇയാൾ വരുന്നു. ഏതായാലും പോലീസിന്റെ സംശയമുണ്ടായിരുന്നത്, ആ പ്രദേശത്തെ എല്ലാ CCTV ക്യാമറകളും പോലീസ് പരിശോധിച്ചതിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ ഈ സമയത്ത്, അതായത് 21-ാം തീയതി ഈ 8 മണിയോടുകൂടിയാണ് ഈ കവർച്ച നടന്നത് CCTVയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ സമയത്ത് അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ആളുകളൊന്നും തന്നെ സംശയകരമായ സാഹചര്യത്തിൽ ഈ CCTV ക്യാമറകളിൽ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല. അതോടുകൂടിയാണ് പോലീസിന്റെ പ്രത്യേക 25 അംഗ സംഘത്തെ രൂപീകരിച്ചായിരുന്നു ഈ അന്വേഷണം നടക്കുന്നുണ്ടായത്. അങ്ങനെയാണ് ഈ അയൽവാസിയായ ഈ ലിജേഷിലേക്ക് ഈ അന്വേഷണം എത്തുന്നത്. അതിന് ശാസ്ത്രീയമായ കൃത്യമായ തെളിവുകൾ പോലീസ് ശേഖരിക്കുന്നു. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിരലടയാളം, ഒപ്പം മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള പരിശോധന. ഏതായാലും ഈ അയൽവാസികൾക്കൊന്നും ഏതെങ്കിലും തരത്തിൽ ഒരു സംശയം തോന്നാത്ത രീതിയിലായിരുന്നു ഇയാളുടെ പെരുമാറ്റമൊക്കെ. കുടുംബവുമായി താമസിക്കുന്ന ആളാണ് ലിജീഷ്. തൊട്ട് സമീപത്താണ് ഈ ഡോഗ് സ്ക്വാഡ്, അതായത് മണം പിടിച്ച് എത്തിയതും ഇയാളുടെ വീടിന് മുന്നിലൂടെ ഈ റെയിൽവേ സ്റ്റേഷനിലേക്കായിരുന്നു ഡോഗ് സ്ക്വാഡും പോയിരുന്നത്. അതുകൊണ്ട് കൃത്യമായി പോലീസിന് ഈ നിഗമനത്തിലേക്ക് എത്താൻ സാധിച്ചു. ഏതായാലും നിലവിൽ ഒരാൾ മാത്രം, അതായത് ലിജീഷ് ഒറ്റയ്ക്ക് നടത്തിയ ഒരു കവർച്ച
കവർച്ച എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ഏതായാലും 10 മണിയോടുകൂടി ജില്ലാ പോലീസ് മേധാവിയുടെ വാർത്താ സമ്മേളനം ഉണ്ടാകും. അതിൽ കൂടുതൽ വിശദാംശങ്ങൾ വെളിപ്പെടുത്തുമെന്നാണ് പോലീസ് പറയുന്നത്. നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന പ്രകാരം ഇയാൾ ഒറ്റയ്ക്ക് കവർച്ച നടത്തിയെന്നാണ്. അതിൽ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇയാളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടൊക്കെ കോടതിയിൽ അപേക്ഷ നൽകുമെന്ന് പോലീസ് പറയുന്നുണ്ട്. ഇന്നലെ രാത്രിയാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ഇന്ന് രാവിലെ അല്പസമയവുമായി അറസ്റ്റ് രേഖപ്പെടുത്തിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അറസ്റ്റിലായ പ്രതിക്ക് എന്തെങ്കിലും ഇത്തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ, അല്ലെങ്കിൽ ആദ്യമായിട്ടാണോ അദ്ദേഹം ഇത്തരത്തിലൊരു വലിയ ഗൂഢാലോചനയോട് കൂടി ഒരു മോഷണം നടത്തുന്നത്? എന്താണ് പ്രതിയെക്കുറിച്ച് പോലീസ് പറയുന്നത്? ഭവ്യ, ഈ നിലവിൽ നാട്ടുകാർക്ക് ആർക്കും തന്നെ ഇയാളെ കുറിച്ച് ഏതെങ്കിലും തരത്തിൽ സംശയമുണ്ടായിരുന്നില്ല. വലിയ ഞെട്ടലിലാണ് ഈ വാർത്ത. ഈ ലിജീഷാണ് ഈ കവർച്ച നടത്തിയെന്ന വിവരം പുറത്തു വരുമ്പോൾ നാട്ടുകാർ പറയുന്നത്. കാരണം ഇയാൾ ദീർഘകാലം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രവാസിയായിരുന്നു, നാട്ടിലൊക്കെ വേണ്ടപ്പെട്ട ഒരാളായിരുന്നു. അതും മാത്രമല്ല ഈ വെൽഡിംഗ് മേഖലകളിൽ സമീപ പ്രദേശങ്ങളിൽ എല്ലാവരും ആശ്രയിക്കുന്ന ഇയാളായിരുന്നു. പല വീടുകളിലും ഇയാൾ ഇത്തരത്തിൽ വെൽഡിംഗ് ജോലിക്കായി എത്തിയിട്ടുമുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇയാളെ സംശയിച്ചിരുന്നില്ല. ഖത്തറിൽ കുടുംബവുമായി താമസിക്കുകയായിരുന്നു ഇയാൾ. പക്ഷേ ഇയാളുടെ മൊബൈൽ ഫോണാണ് ഏറ്റവും നിർണായകമായത്. മൊബൈൽ ഫോൺ ഇയാൾ ഈ കവർച്ച നടക്കുന്നതിന് അന്നു മുതൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുകയായിരുന്നു. അതാണ് പോലീസിന് ഏറ്റവും കൂടുതൽ ഇയാളിലേക്ക് എത്താൻ സഹായിച്ചത്, ഇയാളെ സംശയമുണ്ടാക്കാൻ സാധിച്ചത്. എന്നാലും വലിയ തോതിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോലും ഈ അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു. പലതരത്തിലുള്ള സംശയങ്ങൾ ഇയാൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൃത്യമായി ഈ അന്വേഷണ സംഘത്തെ വഴിതെറ്റിക്കാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നു. അത് പോലീസ് നായ അത്തരത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഒരു പക്ഷേ ഇതര സംസ്ഥാന തൊഴിലാളികളൊക്കെയാണ് ഈ കവർച്ചയ്ക്ക് പിന്നിലെന്ന് വരുത്തി തീർക്കാനായിരിക്കാം. കാരണം ഈ അഷ്റഫിന്റെ വീട്ടിൽ ഉൾപ്പെടെ ഇതര സംസ്ഥാന തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്. തൊട്ടടുത്ത് അനുജന്റെ വീട്ടിൽ നിരവധി ഇതര സംസ്ഥാന തൊഴിലാളികൾ ഈ അരി ഗോഡൌണുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നുണ്ട്. അവരൊക്കെ പോലീസ് ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. അത് ആ അന്വേഷണം വഴിതെറ്റിക്കാൻ ഇയാൾ സമർത്ഥമായി ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്തിരുന്നു. എന്തായാലും ഇയാൾ ഏതെങ്കിലും തരത്തിൽ നേരത്തെ കേസിൽ പ്രതിയാണോ, ഏതെങ്കിലും കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. അത് പോലീസിന്റെ വാർത്താ സമ്മേളനത്തിൽ ഔദ്യോഗികമായി വിശദീകരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ നാട്ടുകാർ പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഇയാൾ ആ രീതിയിൽ വളരെ നല്ല രീതിയിൽ ആൾക്കാരോടൊക്കെ ഇടപെടുന്ന ഒരാള്, സജീവമായി അവിടെ ഇടപെടുന്ന ഒരാള്, അഷ്റഫിന്റെ വീടുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആൾ. അതുകൊണ്ടാണ് കൃത്യമായി ഇയാൾക്ക് ഇവിടെ ഈ പണം സൂക്ഷിച്ചിട്ടുണ്ടെന്നും മറ്റും സ്വർണം ഉണ്ടെന്നും കൃത്യമായി മനസ്സിലാക്കിയതും ആ രീതിയിൽ ഇയാൾ ആസൂത്രണം ചെയ്ത് കൃത്യമായി നടത്തിയ ഒരു കവർച്ചയാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. 21-ാം തീയതി രാത്രി 8:30 ഇത്രയും CCTV ഒക്കെയുള്ള വീടിൽ കയറി ഇത്തരം കവർച്ച നടത്തുന്നു. 40 മിനിറ്റകം തന്നെ ഇയാൾ ഈ സ്വർണവും പണവും കൈക്കലാക്കി തിരിച്ചു പോകുന്നു. ഈ പണവും സ്വർണവും ഇയാൾ വീടിന്റെ സ്വന്തം കട്ടിലിന്റെ അടിയിൽ പ്രത്യേക അറയുണ്ടാക്കി അവിടെ സൂക്ഷിച്ചു വെക്കുകയായിരുന്നു. ഏതായാലും ഈ 1.25 കോടി രൂപയാണ് ഇപ്പോൾ ഇയാളുടെ വീട്ടിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ളത്. അതോടൊപ്പം 300 പവൻ സ്വർണ്ണാഭരണങ്ങളും മുഴുവൻ സ്വർണ്ണാഭരണങ്ങളും ഇപ്പോൾ ഈ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. എന്തായാലും ഇയാളെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും നേരത്തെ ഇത്തരത്തിൽ കവർച്ച ഏതെങ്കിലും മോഷണ കേസുകളിലോ മറ്റോ പ്രതിയാണോ എന്ന് സംബന്ധിച്ച് നിലവിൽ നമുക്ക് സൂചനകളൊന്നും ലഭിക്കുന്നില്ല. അത് പോലീസിന്റെ വാർത്താ സമ്മേളനത്തിൽ പക്ഷേ അത് സംബന്ധിച്ച് വ്യക്തതയുണ്ടാകും. ഏതായാലും ഇയാളെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പറയുന്നത്. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങും. മറ്റേതെങ്കിലും കവർച്ചയുമായി ഇയാൾക്ക് ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ അന്വേഷണം ഉണ്ടാവും. ഏതായാലും വെൽഡിംഗ് തൊഴിലാളിയാണ് ഇയാൾ. ആ ഒരു മേഖലയിലെ വൈദഗ്ധ്യം കണക്കിലെടുത്താണ് ഇയാൾ ഇത്തരത്തിലൊരു കവർച്ച നടത്തിയത്. കൃത്യമായി ഇതിന്റെ പിറകുവശത്തെ, അതായത് അടുക്കള ഭാഗത്തെ ഗ്രിൽസ് തകർത്ത് വീടിനകത്ത് കയറുകയും ആ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന ഇത്തരത്തിൽ 1 കോടി രൂപയും 300 പവൻ സ്വർണ്ണാഭരണങ്ങളും 40 മിനിറ്റിനകം തന്നെ കൈക്കലാക്കുകയും ചെയ്തു. പിന്നീട് തൊട്ടടുത്ത ദിവസം വീണ്ടും അതേ വീട്ടിൽ ഇയാൾ കയറുന്നു എന്നതാണ് അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം എന്തെങ്കിലും തെളിവുകൾ നശിപ്പിക്കാനാണ് ഇത്തരത്തിൽ ഇയാൾ വീണ്ടും കയറിയെന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും കൂടുതൽ കാര്യങ്ങൾ ഇയാളെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് തന്നെ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. നിലവിൽ ബൈജു, എന്തായാലും കേരളം കണ്ട ഏറ്റവും വലിയൊരു മോഷണ പരമ്പരയുടെ ചുരുളഴിച്ചിരിക്കുകയാണ് കേരള പോലീസ്. അക്കാര്യത്തിൽ അഭിമാനിക്കാം, നമ്മുടെ പോലീസിന് അക്കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ബൈജു, ഇവിടെ 300 പവനും 1 കോടി രൂപയുമാണ് മോഷണം പോയത്. ഇത്രയും വലിയൊരു തുക വീട്ടിൽ സൂക്ഷിക്കുക എന്നത് നിയമപരമായി അനുവദിക്കാത്തൊരു കാര്യമാണ്. അതിന് ഇത്ര വലിയൊരു തുക വീട്ടിൽ സൂക്ഷിച്ചതിന് എന്ത് ന്യായീകരണമാണ് ആ വീട്ടുടമ പറയുന്നത്? അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടോ ബൈജു? ഇക്കാര്യത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അവർ പ്രധാനമായും അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഇപ്പോൾ, അതായത് ഇതിന്റെ തുടക്കത്തിൽ ഈ പ്രതിയെ പിടികൂടുക എന്നതാണ് പോലീസിന്റെ മുന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് പിന്നീട് മാത്രമേ കടക്കൂ. ഭവ്യ സൂചിപ്പിച്ചത് വളരെ ശരിയാണ്. കാരണം ഇത്രത്തോളം വലിയൊരു തുകയും അതുപോലെ തന്നെ സ്വർണവും എങ്ങനെയാണ് വീട്ടിൽ ഇത്തരത്തിൽ സൂക്ഷിച്ചത്? നിയമപ്രകാരം അത്രത്തോളം സ്വർണവും അതുപോലെ തന്നെ പണവും സൂക്ഷിക്കാനുള്ള അനുവദിക്കുന്നില്ല. 1 കോടി രൂപയും മോഷ്ടിച്ച അയൽവാസി പിടിയിലായിരിക്കുമെന്നുള്ള പുതിയ വാർത്തയാണ് പുറത്തുവരുന്നത്. വീട്ടുടമ അഷ്റഫിന്റെ അയൽവാസിയായ ലിജീഷാണ് പിടിയിലായത്. നേരത്തെ തന്നെ സംശയമുണ്ടായിരുന്നു ഇത്തരത്തിൽ ഈ വീട്ടുടമയുമായി ബന്ധപ്പെട്ട പരിസരത്തുള്ള ആളുകളോ അല്ലെങ്കിൽ അദ്ദേഹത്തെ
അടുത്തറിയാവുന്ന ആളോ ആയിരിക്കാം ഇതിന് പിന്നിലെന്നുള്ള വിവരം നേരത്തെ തന്നെ പോലീസിന് ലഭിച്ചിരുന്നു. ഇയാളിൽ നിന്ന് സ്വർണവും പണവും പോലീസ് കണ്ടെത്തി എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. കഴിഞ്ഞ മാസം 20-ാണ് അരി വ്യാപാരിയായ അഷ്റഫിന്റെ വീട്ടിൽ മോഷണം നടന്നത്. കവർന്ന സ്വർണം ലിജീഷ് വീട്ടിൽ രഹസ്യ അറയുണ്ടാക്കിയാണ് സൂക്ഷിച്ചിരുന്നത്. ദിവസങ്ങൾക്കുള്ളിലാണ് കേരള പോലീസ് ഈ വലിയ മോഷണത്തിന്റെ ചുരുളഴിച്ചത്, പ്രതിയിലേക്ക് എത്തിയത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ കേസ് തെളിയിച്ച വളപട്ടണം പോലീസ് സന്തോഷം പങ്കുവയ്ക്കുകയാണ്. ലഡു കഴിച്ച് സന്തോഷം പങ്കുവയ്ക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ നമുക്ക് കാണാം. തീർച്ചയായും കേരള പോലീസിനെ സംബന്ധിച്ച് വലിയൊരു കേസിന്റെ ചുരുളഴിച്ചിരിക്കുകയാണ്. അവർക്ക് അഭിമാനിക്കാം. കേരള പോലീസിന് മുഴുവൻ അഭിമാനിക്കാവുന്നൊരു സംഭവം തന്നെയാണ്. ദിവസങ്ങൾക്കുള്ളിൽ കൃത്യമായി പ്രതിയിലേക്ക് എത്താൻ സാധിച്ചു എന്നത് പോലീസിന് അഭിമാനിക്കാം. KV ബൈജു തുടരുന്ന വിവരങ്ങളുമായി. ബൈജു, പോലീസ് മധുരം പങ്കുവയ്ക്കുകയാണ്, സന്തോഷം പങ്കുവയ്ക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായും കേരള പോലീസിനെ സംബന്ധിച്ച് അഭിനന്ദനാർഹം തന്നെയാണ് ഇക്കാര്യം. അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. കാരണം ദിവസങ്ങൾക്കുള്ളിലാണ് പ്രതിയിലേക്ക് എത്തിയത്. മുഴുവൻ സ്വർണവും കണ്ടെത്താൻ പോലീസിന് സാധിച്ചത്. ഈ പ്രതിക്കപ്പുറത്തേക്ക് മറ്റേതെങ്കിലും ആളുകൾ ഇയാളെ സഹായിച്ചിരുന്നോ എന്നതിലേക്ക് ഇനി അന്വേഷണമുണ്ടോ, അല്ലെങ്കിൽ ഇയാളിൽ മാത്രം ഒതുങ്ങിയ അന്വേഷണം? എന്താണ് പോലീസ് പറയുന്നത്? ഭവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദന ഉണ്ടാക്കിയ ഒരു കേസാണ് വളപട്ടണം കവർച്ച. കാരണം മുഖ്യമന്ത്രി വിവിധ പരിപാടികളിലായി ജില്ലയിൽ എത്തിയ ഒരു ദിവസമായിരുന്നു ഈ കവർച്ചയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവരുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി കർശന നിർദ്ദേശം നൽകിയിരുന്നു എത്രയും പെട്ടെന്ന് പ്രതികളെ പിടികൂടണം എന്നത് സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ പ്രത്യേക അന്വേഷണ സംഘം, അതായത് 25-അംഗ പ്രത്യേക അന്വേഷണ സംഘം ACP രത്നകുമാറിന്റെ നേതൃത്വത്തിൽ അത്തരത്തിൽ വലിയ സംഘത്തെയൊക്കെ രൂപീകരിച്ചായിരുന്നു. ഏതായാലും ഇപ്പോൾ നമുക്ക് കാണാം പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ സന്തോഷമായിരിക്കുന്നു. അവർ ആ മധുരം പങ്കിട്ടൊക്കെ അത് ആ രീതിയിൽ ഈ സംഭവത്തെ കാണുന്നു. അത്രത്തോളം വലിയ തലവേദനയായിരുന്നു. കാരണം തുടക്കത്തിൽ യാതൊരുവിധ തെളിവുകളും ഇതിൽ ഉണ്ടായിരുന്നില്ല. കാരണം CCTV ദൃശ്യങ്ങളിൽ മുഖം പൂർണ്ണമായും മറച്ച നിലയിലായിരുന്നു. കാരണം ഇയാൾ കൃത്യമായി ആസൂത്രണം ചെയ്താണ് ഈ കവർച്ച നടത്തിയതിന്റെ തെളിവാണത്. ഒരു തരത്തിലും സംശയം തോന്നാത്ത രീതിയിൽ, മുഖം മനസ്സിലാകാത്ത രീതിയിൽ അത്രത്തോളം ഈ ക്യാമറകൾ ഉണ്ട്, ഇവിടെ ചുറ്റും ക്യാമറകൾ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും അത്തരത്തിൽ കൃത്യമായി അവിടെ എത്തുകയും പിന്നീട് ഈ തൊട്ടടുത്താണ് ഇയാൾ വീട് എന്നതുകൊണ്ട് തന്നെ മറ്റ് CCTV ക്യാമറകളിൽ ഒന്നും തന്നെ ഇയാളുടെ ദൃശ്യം പോലീസിന് ലഭിച്ചിട്ടില്ല എന്നതും ഈ അന്വേഷണത്തെ വഴിമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ ലോക്കർ അത്ര പെട്ടെന്ന് അങ്ങനെ തുറക്കാൻ പറ്റില്ല. കാരണം അത്രത്തോളം സാങ്കേതിക വിദ്യയുള്ള ഒരു ലോക്കറാണിത്. അത് ബാംഗ്ലൂരിൽ നിന്നായിരുന്നു കൊണ്ടുവന്നത്. അങ്ങനെ അന്വേഷണം ബാംഗ്ലൂരിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലാണ് ഈ ലിജീഷിലേക്ക് എത്തുകയും ഈ എല്ലാ സാഹചര്യ തെളിവുകളും ഇയാൾക്കെതിരാവുകയും അതോടുകൂടിയാണ് ഇയാളെ കസ്റ്റഡി എടുക്കുന്ന ഒരു സാഹചര്യം. ഏതായാലും പോലീസ് നമുക്ക് കാണാം മധുരം പങ്കിട്ട് ഈ സംഭവം അത്രത്തോളം ഗൗരവത്തിൽ കാണുന്നു എന്നാണ്. 11-ാം ദിവസം, അതായത് കവർച്ച നടന്ന് 11-ാം ദിവസം, പരാതി കൊടുക്കുന്നത് ഞായറാഴ്ചയാണെങ്കിലും ഈ കവർച്ച നടന്നിട്ട് ഇന്നേക്ക് 11-ാം ദിവസമാകുന്നു. 11-ാം ദിവസമാകുമ്പോൾ ഈ പ്രതിയെ പിടികൂടാനായത് വലിയ തലവേദന പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. വലിയ വിമർശനം ഉണ്ടായിരുന്നു. പോലീസ് ഒരു ഘട്ടത്തിൽ ഇരുട്ടിൽ തപ്പി എന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ പോവുകയായിരുന്നു. അത്തരത്തിൽ യാതൊരു വിവരവും പ്രതിയെക്കുറിച്ച് ലഭിക്കാതെ അന്വേഷണം വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇപ്പോൾ ഇതിൽ ഏറ്റവും സന്തോഷിക്കുന്നത്. ഇത്രയും വലിയൊരു കവർച്ച നടത്തിയതിന് പ്രതിയെ പിടികൂടാനായതിൽ. കാരണം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇനി വരും ദിവസങ്ങളിൽ പ്രതിയെ ഇനി പിടികൂടാൻ വൈകുകയാണെങ്കിൽ അത് വലിയ വിമർശനത്തിന് ഇടയാക്കും. ഒരുപക്ഷെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട ഒരു കേസ്, മുഖ്യമന്ത്രി കൃത്യമായ അന്വേഷണം നടത്തണം, വളരെ പെട്ടെന്ന് പ്രതികളെ പിടികൂടണമെന്നൊക്കെ നിർദ്ദേശം നൽകിയ ഒരു കേസിൽ പ്രതിയെ പിടികൂടാൻ കഴിയാത്തത് വലിയ ഇത്തരത്തിലുള്ള പോലീസിനെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളിയായിരുന്നു. അതുപോലെ തന്നെ അന്വേഷണവും വെല്ലുവിളി എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഏതായാലും വാർത്താ സമ്മേളനം അല്പസമയത്തിന് മുമ്പ് ആരംഭിക്കും. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഏതായാലും അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ, ഈ പ്രതിക്ക് മറ്റേതെങ്കിലും നേരത്തെ കേസുമായി ബന്ധപ്പെട്ട് ഇയാൾ ഏതെങ്കിലും കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ, ഏതെങ്കിലും കവർച്ച കേസുമായി ബന്ധപ്പെട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ ഇതിൽ ഏറ്റവും പോലീസിനെ അഭിമാനിക്കാൻ കഴിയുന്നത് ഈ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞതിനൊപ്പം മുഴുവൻ ഇത്തരത്തിലുള്ള വസ്തുക്കളും, അതായത് ഇയാൾ കവർച്ച ചെയ്ത മുഴുവൻ തൊണ്ടി മുതലും പിടികൂടാൻ സാധിച്ചു എന്നാണ്. 300 പവൻ സ്വർണ്ണാഭരണങ്ങളും 1 കോടി രൂപയാണ് കവർച്ച നടന്നു എന്ന് പരാതി പറയുന്നതെങ്കിൽ 1.25 കോടി ഇയാളുടെ വീട്ടിന്റെ കട്ടിലിനടിയിലുള്ള ലോക്കറിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. അത് പോലീസിന് കണ്ടെടുക്കാൻ കഴിഞ്ഞതും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനമായി തന്നെ കാണാം. ഭവ്യ, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ. പോലീസ് മധുരം പങ്കുവയ്ക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അല്പസമയത്തിനകം പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ വാർത്താ സമ്മേളനത്തിനോടുകൂടി അറിയിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസ് അപ്പോൾ പുറത്തുവിടും. ആ സമയത്ത് നമുക്ക് തിരിച്ചും ഈ വാർത്തയിലേക്ക് തന്നെ വരാം, എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങളിലേക്ക് എത്താം. KV ബൈജു ആണ് വിശദ വിവരങ്ങൾ പങ്കുവച്ചത്. നന്ദി.